സാർ, ഈ യുദ്ധം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിങ്ങിനെ എങ്ങനെ ബാധിക്കും? അതുകൂടാണ്ട് നമ്മുടെ ഓവറോൾ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം പ്രശ്നങ്ങളിലേക്ക് എത്തും? റിയൽ എസ്റ്റേറ്റില് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് നല്ലോണം ഇഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ യുദ്ധം നേരിടുമ്പോൾ അവരെ നേരിടുമ്പോൾ പെട്രോളിയം, ഗ്യാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വരുന്നത്. ഇതില്ലാതെ ഒരു ഇൻഡസ്ട്രി ഓടില്ല എന്നുള്ള സത്യം. അപ്പോൾ ഇപ്പോൾ പെട്രോളിയം എടുത്താൽ തന്നെ പെട്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെന്റ്, സ്റ്റീല്, എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ഗ്ലാസുകൾ, അങ്ങനെ അലൂമിനിയം, ഏത് സാധനം ഉണ്ടെങ്കിലും LPG ഗ്യാസ് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാൻ അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്റ്റും ആവശ്യമാണ്. ഒരു വണ്ടി ഒന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഡീസലോ പെട്രോളോ ഇല്ലാതെ അത് നീങ്ങില്ല. അപ്പോൾ ഇത് വളരെയധികം ഇന്റർ കണക്റ്റഡും വളരെയധികം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ രണ്ടെണ്ണം, ദ ഫ്യൂവൽ ആൻഡ് ഗ്യാസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളുടെയും പ്രൊഡക്ഷന് അല്ലാതെ വിലകൾ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ്. റോ മെറ്റീരിയൽ ആണെന്നറിയാമല്ലോ. ഈ റോ മെറ്റീരിയൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പെട്രോളിയത്തിൻ്റെ ഒരു ഷെയർ ഇല്ലാതെ ഒരു സാധനം പോലും നമ്മൾക്കിവിടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ത്യയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എല്ലാം വില കൂടും. ഇന്ത്യയുടെ ടോട്ടൽ ഇമ്പോർട്ട്സ്, ഓയിൽ ഇമ്പോർട്ട്സ് എനിക്ക് തോന്നുന്നത് 40% ഗൾഫ് ഏരിയ എന്ന് പറഞ്ഞത്. നാച്ചുറൽ ഗ്യാസ് 70% ഗൾഫ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ സർപ്ലസ് ആയിട്ടുള്ള സാധനം അല്ലല്ലോ ഇവിടെ. ഇത് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള, ഇതിന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നെങ്കിൽ തന്നെ ഓരോ രാജ്യവും, കാരണം ഇത് ഇസ് എ വെരി എക്സ്പെൻസീവ് ഗെയിം. ഓയിൽ ആൻഡ് ഗ്യാസ് ഇസ് എ എക്സ്പെൻസീവ് ഗെയിം. നോട്ട് ഓൺലി ദാറ്റ്, ആ റിസർവ് ഉണ്ടായിരിക്കണം എവിടെയെങ്കിലും. അതിൽ നിന്ന് ഇത് ജനറേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ 5 വർഷം 10 വർഷത്തെ പരിപാടിയാണ്. ഇവരുണ്ടാക്കുന്നതിൽ അതിൽക്കാൾ കൂടുതൽ ഡിമാൻഡാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഇവിടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ 40% 70% ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത് ഇന്ത്യനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അക്രോസ് വേൾഡ് എല്ലാവരും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യം. ഇതെല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഈ കാരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം തന്നെ കാണുന്നുണ്ടല്ലോ, വല്ല പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. ഇന്നലെ ഞാനൊരു 400 ടൺ സ്റ്റീലിൻ്റെ ഓർഡർ സൈൻ ചെയ്ത് കൊടുത്തു. കഴിഞ്ഞ ഒരു 9 ആഴ്ചയിൽ എവരി 15 ഡേയ്സിലാണ് ചെയ്യുന്നത്. ഒരു 350 ടൺ സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ അന്നത്തെ വില 61 രൂപയായിരുന്നു. ഇന്നിപ്പോൾ 67 രൂപ. അതും റെഡി ക്യാഷ് പേയ്മെൻ്റ് ആണ്, 67 രൂപ. അപ്പോൾ റീറ്റെയിലിലെ പ്രൈസോ, റീറ്റെയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് അവർ പറയുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കേരളത്തിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വിലകൾ കൂടാൻ അധികം സമയമില്ല. ഇപ്പോൾ ഇത് തന്നെ അടുത്ത മാസത്തെ 15 ദിവസം കഴിയുമ്പോൾ പിന്നെയും സ്റ്റീലിൻ്റെ വില അങ്ങനെയാണ്. അപ്പോൾ സിമെൻറ്റ്, സ്റ്റീല്, ഗ്ലാസ്, അലൂമിനിയം, ടൈൽസ് ഇതെല്ലാം വില കൊടുക്കും. കാരണം ഇതെല്ലാം നാച്ചുറൽ ഗ്യാസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ മെറ്റീരിയൽസിന് ഏറ്റവും കുഞ്ഞ് 10% ഈസി. ഇത് ഒരു 15 ദിവസത്തിനുള്ളിൽ നിർത്തിയാൽ 10%, അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ അത് അതനുസരിച്ച് കൂടും, പ്രൈസ് കൂടും. അപ്പോൾ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. അതിനകത്ത് അപകടം ഒന്നും തന്നെ ഇല്ലെന്നുള്ള സത്യം. റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ചിടത്തോളം കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയായാലും ദിസ് ഇസ് എ ടൈം ടു ബൈ നൗ. താങ്ക് യു.